ലളിത ചേച്ചിയാണല്ലോ ഭരതേട്ടൻ്റെ എല്ലാം എല്ലാം. ഇന്ന് ലളിത ചേച്ചിയും നമ്മുടെ കൂടെ ഇല്ല. ഇല്ല. അപ്പോൾ ഈ വെങ്കലം സിനിമ ഷൂട്ട് ചെയ്യുമ്പം ചേച്ചി ഉണ്ടോ, അവിടെ വരുമോ, എന്തൊക്കെയാണ്? ചേച്ചിയിലൂടെയാണ് ശരിക്കും ഞാൻ വെങ്കലത്തിലെത്തുന്ന വേണം പറയാം ഒരു കണക്കിന്. പ്രണാമം എന്ന് പടത്തിന്റെ ഷൂട്ടിംഗ് പ്രണാം. നമ്മുടെ വീടിന്റെ അടുത്താണ്. നമ്മുടെ ജോയ് ചാൻ ജൂബിലിയുടെ ഫിലിമാണ്. ജോയ് തോമസ് പ്രൊഡ്യൂസറാണ്. അപ്പൊ ജോയ് ചായന്റെ അനിയൻ ജിമ്മി ചായൻ നമ്മൾ വലിയ ക്ലോസാ. ജിമ്മി തോമസ് അറിയാലോ? അറിയാം, എല്ലാവരും അറിയാം. അപ്പോ ജിമ്മി ചായനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രണാമം തിരുവല്ലയിൽ ഷൂട്ടിംഗ് തുടങ്ങല്ലേ? ജിമ്മി ചായ നമുക്ക് വല്ല വിഷം കിട്ടുമോ? ഭരതേട്ടനല്ലേ? എടാ അത് ഭരതേട്ടനല്ലടാ, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ്, നമ്മളൊന്നും പറയുന്നിടത്ത് നിൽക്കുകയല്ല സാധനം. എന്നാലും നീ വാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ. അപ്പം ഈ അശോകന്റെ കൂട്ടുകാരായിട്ട് അഭിനയിക്കാൻ വേണ്ടി ആളുകളെ വേണമെന്ന് വെച്ചിട്ട് അവിടെ ക്യൂ, റേഷൻ കട മറ്റേ മദ്യശാലയെ ക്യൂ നിൽക്കുന്ന പോലെ ആളുകൾ നിൽക്കുക. ഒരുപാട് പിള്ളേർ, എല്ലാം ഭയങ്കര റഹ്മാൻ സ്റ്റൈല് ഉള്ള പിള്ളേർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അല്ലാതെ എന്നെ ജിമ്മിച്ചായൻ്റെ കെയർ നേരെ അകത്ത് കൊണ്ടുപോയി. ഇപ്പൊ ജയരാജ് എന്ന അസോസിയേറ്റ്, ജയരാജ് ഭയങ്കര സീരിയസ് ആയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ നോക്കും. നാളെ ഷൂട്ടിംഗ് തുടങ്ങാം, ഈ പയ്യനെ സെലക്ട് ചെയ്യണം. ജയരാജ് ഞാൻ കോട്ടയത്ത് ഇന്നയാളുടെ മോനല്ലേ, ഭരതേട്ടൻ ഒന്ന് കണ്ടേക്കോട്ടെ, ഭരതേട്ടനെ ഡിസൈഡ് ചെയ്ത്. ഭരതേട്ടൻ അകത്തിരിക്കുന്നു, ഡെന്നീസ് ജോസഫ് അകത്ത്, റൈറ്റർ ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഈ ഇന്റർവ്യൂവിന് കയറുന്ന പോലെ ഓരോ പിള്ളേരും ക്യൂ നിന്ന് കയറുകയാണ്. അവസാനം എൻ്റെ ഊഴം വന്നു, ഞാൻ കയറിച്ചപ്പോൾ ആകെയുള്ളൊരു കെയർ ഓഫ് അച്ഛൻ്റെ കെയർ ഓഫ് അല്ലേ. അപ്പം ഞാൻ നമസ്കാരം, ഭരതേട്ടനെ ക്യൂ നിന്നാണ് ഞാൻ ആദ്യം പോയി കാണുന്നത്. കണ്ടിട്ട് ഭരതേട്ട നമസ്കാരം, ഞാൻ ഇങ്ങനെ ജയവിജയന്മാരി ജയന്റെമാനാണ്, ഇങ്ങനെ സാറിൻ്റെ വൈശാലിയിലേക്കുള്ള ഇതിൽ ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചിരുന്നു. ആണല്ലേ, അതിന് എവിടെയോ കണ്ട ഒരു പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾ നോക്കിയിട്ട് പറയാം, ഇവിടെ അടുത്തല്ലേ, കോട്ടത്തല്ലേ വീട്? ഞാൻ അതെ സാർ, ശരി എന്നാൽ പൊക്കോളൂ, ഞങ്ങൾ അറിയിക്കാം, ആവശ്യമുണ്ട് അറിയിക്കാം. അങ്ങനെ പറഞ്ഞു വിട്ട് തന്നെ ഞാനന്ന് വീട്ടിൽ ചെല്ലുന്നു. ജിമ്മിച്ചായൻ രാത്രിയായപ്പോൾ ഇൻഫർമേഷൻ തരുന്നു, നീ ഇല്ലടാ, പക്ഷേ ഇല്ല, അതും പോയി, വേറെ പയ്യനെ സെലക്ട് ചെയ്തു. എൻ്റെ ഒരു അവസ്ഥയല്ല. ഞാൻ ശരിക്കും പകുതി കരഞ്ഞെന്നാണ് പറയാം. ഭരതേട്ടൻ്റെ പടത്തിൽ പോയിട്ട് ഇത്രയും ഒരുപാട് പോയി ക്യൂ ഒക്കെ നിന്നേട്ടാ, ഒരുപാട് നേരം ആ ഹോട്ടലിൽ പോയി ക്യൂ ഒക്കെ നിന്ന് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ്, കിട്ടിയില്ല. സർഗം റിലീസ് ചെയ്തപ്പം വന്ന അവസരങ്ങളിൽ ആദ്യം വന്നത് വെങ്കലമായിരുന്നു. ഞാൻ കോഴിക്കോട് കള്ളനും പോലീസും എന്നൊരു പടം ഷൂട്ടിംഗ് ശശിയേട്ടൻ്റെ പടം ഷൂട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ മഹാറാണി എൻ്റെ റൂമിൽ നിന്ന് ഞാൻ രാവിലെ പോകാൻ വെളിയിറങ്ങുമ്പോൾ ചേച്ചി അവിടെ നിൽക്കുക. അപ്പൊ ചേച്ചി എന്തിനാ വേറെ പടത്തിന് വന്നിരിക്കുക? ചേച്ചി നമസ്കാരം. അയ്യോ, മനോജിനെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നു ചേച്ചി, ഭരതേട്ടൻ്റെ 2 സിനിമയിലേക്കാണ് മനോജിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, സർഗത്തിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ ഞാൻ ചേച്ചി സത്യമാണോ? ഒന്ന് ബാബുക്ക, നമ്മുടെ ബാബുരാജ്, മ്യൂസിക് ഡയറക്ടർ ബാബുരാജിന്റെ ഒരു ബയോഗ്രഫി സാധനം ഭരതേട്ടൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് മനോജാണ്. പിന്നെ ഒരു മൂശാരിമാരുടെ കഥ, ഞാൻ കഥ കേട്ടില്ല, ലോഹി ആണ് എഴുതുന്നത്, അതിലും മനോജുണ്ട്.